കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ 2 പ്രതികൾ ഇന്ന് കീഴടങ്ങിയേക്കും. മൃദംഗ മിഷൻ മുഖ്യ ചുമതലക്കാരൻ എം നികോഷ് കുമാർ, ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് നടത്തിപ്പുകാരൻ ജിനേഷ് എന്നിവർ കീഴടങ്ങാൻ ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പോലീസിന് അറസ്റ്റിലേക്ക് കടക്കാമെന്നുമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കലൂർ സ്റ്റേഡിയത്തിലെ സ്റ്റേജിൽ നിന്നും വീണ ഉമാ തോമസിന് പരിക്കേറ്റ സംഭവത്തിൽ നരഹത്യാ ശ്രമമടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. മൃദംഗ മിഷൻ മുഖ്യ ചുമതലക്കാരൻ എം നികോഷ് കുമാർ, ഓസ്കർ ഇവന്റ് മാനേജ്മെന്റ് നടത്തിപ്പുകാരൻ ജിനേഷ് എന്നിവർ ഇന്ന് കീഴടങ്ങിയേക്കും. കീഴടങ്ങാൻ ഈ 2 പ്രതികളോടും ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പോലീസിന് അറസ്റ്റിലേക്ക് കടക്കാമെന്നുമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ആദ്യഘട്ടത്തിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമായിരുന്നു കേസിൽ പോലീസ് ചുമത്തിയിരുന്നത്. അതേസമയം താൽക്കാലിക സ്റ്റേജ് കെട്ടിയുയർത്തിയപ്പോൾ GCDA യാതൊരു എതിർപ്പും പറഞ്ഞിരുന്നില്ല. ഉമാ തോമസിന് അപകടം പറ്റിയതിൽ ഉത്തരവാദിത്വം തനിക്കും തന്റെ കമ്പനിക്കും മാത്രമല്ലെന്നുമാണ് 1-ാം പ്രതി മൃദംഗ മിഷൻ ചുമതലക്കാരൻ നികോഷ് കുമാറിന്റെ നിലപാട്. ജനം, കൊച്ചി.